ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2021 നമ്മളുടെ ജോമെട്രി ആൻഡ് അൽജിബ്ര, ജാമിതിയും ബീജഗണിതം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഓക്കെ, വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 25 ആൻഡ് 37? 2, 5, 3, 7 എന്നീ ബിന്ദുക്കളിൽ കൂടി കടന്നു പോകുന്ന വരയുടെ ചെരിവ് എന്താണ്? 2, 3, 4, 5 ഓപ്ഷൻ ഉണ്ട്. ഒരു മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്താ? y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. 25നെ x1 y1 എന്നും ഇത് x1 y1 x2 y2 3 5. അപ്പൊ 7 - 5ഉം 3 - 2ഉം. 7ന്ന് 5 പോയാൽ 2 കിട്ടും, 3ന്ന് 2 പോയാൽ 1 കിട്ടും. 2/1 2. അപ്പൊ ഫസ്റ്റത്തെ ഓപ്ഷൻ 2 അതാണ് കറക്റ്റ് ആൻസർ. Then a circle is drawn with 1 1 as center. 4 5 is a point on the circle. 1 1 എന്ന ബിന്ദു കേന്ദ്രമായി 4 5 എന്ന ബിന്ദുവിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം വരച്ചിരിക്കുന്നു. Find the radius of the circle. വൃത്തത്തിന്റെ ആരം എത്രയാണ്? Write the equation of the circle. വൃത്തത്തിന്റെ സമവാക്യം എഴുതുക. The x coordinate of a point on the circle is 6. What is the y coordinate? വൃത്തത്തിലെ ഒരു ബിന്ദുവിന്റെ x സൂചക സംഖ്യ 6 ആണ്. ആ ബിന്ദുവിന്റെ y സൂചക സംഖ്യ എന്താണ്? അപ്പൊ ആദ്യം നമുക്ക് റേഡിയസ് കാണണം. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? സെന്ററിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ √(x1 - x2) സ്ക്വയർ പ്ലസ് y1 - y2 സ്ക്വയർ. 4 - 1ന്റെ സ്ക്വയർ 5 - 1ന്റെ സ്ക്വയർ. ഓക്കെ, ഇതിനെ x1 y1 എന്നും ഇതിനെ x2 y2 എന്നെടുത്തു. 1 1 x2 y2 എന്നെടുത്തു. അപ്പൊ x1 - x2 4 - 1 y1 - y2 1 5 - 1. 4ന്ന് വാല്യൂ കൊടുത്തു. 4ന്ന് 1 പോയാൽ 3, 5ന്ന് 1 പോയാൽ 4. 3ന്റെ സ്ക്വയർ എത്രയാ? 9 ആണ്. 4ന്റെ സ്ക്വയർ എത്രയാ? 16. 9ക്ക് 16 കൂട്ടിയാൽ 25 കിട്ടും. 25ന്റെ റൂട്ട് 5. അപ്പൊ സെന്റർ 5 1 1 ആണ്, റേഡിയസ് 5 ആണ്. ഇനി ഇക്വേഷൻ കാണാലോ. എന്താ സമവാക്യം? x - a² പ്ലസ് y - b² ആണ്. a 1 ആണ്, b യും 1 ആണ്. ഓക്കെ, ഇനി ഇതിൽ വാല്യൂ കൊടുക്കുക. ഫസ്റ്റത്തേന്റെ സ്ക്വയർ മൈനസ് ഇത് 3ഉം ഗുണിക്കുക പ്ലസ് രണ്ടാമത്തേന്റെ സ്ക്വയർ. അപ്പൊ x സ്ക്വയർ 2 × 1 2 ആണ്. 2 × x 2x മൈനസ് ആയതുകൊണ്ട് -2x പ്ലസ് 1 സ്ക്വയർ. ഇവിടെ അതേപോലെ തന്നെ ഫസ്റ്റത്തേന്റെ സ്ക്വയർ y സ്ക്വയർ മൈനസ് 2 × 1 2 × y 2y പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു 5ന്റെ സ്ക്വയർ 25. ആദ്യം x സ്ക്വയർ എഴുതി, പിന്നെ y സ്ക്വയർ എഴുതി, പിന്നെ -2x എഴുതി, പിന്നെ -2y എഴുതി, പിന്നെ 1 സ്ക്വയർ 1 1 സ്ക്വയർ 1. ഈ 25നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. -25. 1 + 1 2 ആണ്. -25. അപ്പൊ 2 - 25 എത്ര കിട്ടും? -23 എന്ന് കിട്ടും. ഓക്കെ, ഇനി സി എന്ന് പറയുന്നത് ഈ സർക്കിളിലെ ഒരു പോയിന്റ് ആണ് 6 എന്ന് പറയുന്നത്. അപ്പൊ എക്സിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 6 എക്സിന് 6 എന്ന് ഇട്ട് കൊടുക്കുക. y കോർഡിനേറ്റിലെ കണ്ട്. അപ്പൊ 6 സ്ക്വയർ പ്ലസ് y സ്ക്വയർ -2 × 6 -2y -23. 6ന്റെ സ്ക്വയർ 36. y സ്ക്വയർ -2 × 6 12 -23 എന്ന് കിട്ടും. ഇനി ആദ്യം y സ്ക്വയർ എഴുതി, പിന്നെ 2y എഴുതി, പിന്നെ +36, പിന്നെ -12 -23. ഓക്കെ, ഇനി ഇത് രണ്ടൊന്ന് കൂട്ടി വയ്ക്കുക. 3ക്ക് 2 കൂട്ടിയാൽ 5, 2ക്ക് 1 കൂട്ടിയാൽ 3. അപ്പൊ 35. രണ്ടും നെഗറ്റീവ് അല്ലേ? ഇതും നെഗറ്റീവ് ആണ്, ഇതും നെഗറ്റീവ്. 2 നെഗറ്റീവ് നമ്പർ വന്നാൽ എന്താ ചെയ്യുക? സംഖ്യകൾ കൂട്ടിയിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. അപ്പൊ -12ഉം -23ഉം കൂട്ടിയാൽ എത്രയാ കിട്ടുക? -35 ആണ് കിട്ടുക. 36ന്ന് 35 പോയാൽ എത്രയാ? 1. ഓക്കെ, അപ്പൊ ഇനി ഇതിൽ ഞാൻ 4ാമത്തെ ചാപ്റ്ററായ സ്ക്വയർ കംപ്ലീഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. y സ്ക്വയറിന്റെ കൂടെ 1 ആണ്. വൈയുടെ കൂടെയുള്ള സംഖ്യ അതിന്റെ പകുതിയുടെ സ്ക്വയർ ആണോ ഇവിടെ കൂട്ടിയിട്ടുള്ളത്? എന്താണ് സ്ക്വയർ കംപ്ലീഷൻ? വൈയുടെ കൂടെയുള്ള സംഖ്യയുടെ പകുതിയുടെ സ്ക്വയർ ആണോ അവിടെ ആഡ് ചെയ്തിട്ടുള്ളത്? ആണോ? ആണ് അല്ലെ? വൈയുടെ കൂടെയുള്ള സംഖ്യ 2 ആണ്. 2ന്റെ പകുതി 1 ആണ്. 1ന്റെ സ്ക്വയർ 1 ആണ്. അപ്പൊ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. y സ്ക്വയർ എന്ന് y എടുക്കും, മൈനസ് ആയതുകൊണ്ട് മൈനസ്, പിന്നെ 2ന്റെ പകുതി 1 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സ്ക്വയർ കളയാൻ റൂട്ട് എടുത്തു. 0 ആയതുകൊണ്ട് y - 1 = നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. -1 അപ്പുറം പോകുമ്പോൾ +1 ആവും. അപ്പൊ y കോർഡിനേറ്റ് എത്രയാ? 1.
വൈ കോർഡിനേറ്റ് എത്രയാ 1. അപ്പൊ നമ്മളുടെ പോയിന്റ് ആയി എത്രയാ എക്സിൽ 6ഉം വൈയിൽ 1ഉം 6 1 ഇവിടെയാണെന്ന് സങ്കല്പിക്കാം. ഡിസ്റ്റൻസ് ഒന്ന് കണ്ടു നോക്കി, റേഡിയസ് 5 അല്ലേ, 6 1 പോയാൽ 5, വൈ കോർഡിനേറ്റ് സെയിം ആണ് കണ്ടോ. അപ്പോൾ ഇത്രയും ചോദ്യമാണ് ഈ വർഷത്തിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ ബൈ.